എന്ത് ചെയ്യടി അമ്മമാരൊക്കെ ഞായറാഴ്ച ഒറ്റ കാണാനില്ലല്ലോ. എല്ലാവർക്കും ഞായറാഴ്ചയായിട്ട് ഓരോ പ്രോഗ്രാമാണ്. കല്യാണവും കയറിത്താമസവും. പിന്നെ ഞാൻ സുധീർ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ അവൻ പണിക്ക് പോയിക്കണം എൻ്റെ വീട്ടിൽ പറഞ്ഞേ. അവന് മാസത്തിൽ 30 ദിവസം പണി. ഈ പൈസ ഒക്കെ എവിടെ കൊണ്ട് വെക്കുന്നത് അവൻ? അതുകൊണ്ടേ അവൻ അന്തസ്സായിട്ട് കുടുംബം നോക്കുന്നുണ്ട്. നമ്മളും കുടുംബമൊക്കെ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് മനുഷ്യനല്ലേ, ശരീരത്തിന് റെസ്റ്റ് ഒക്കെ വേണ്ടേ? നമുക്കേ ഒരു ട്രിപ്പ് പോയാലോ? ഈ പ്ലാനിങ് കുറേ നാളായിട്ട് കേൾക്കുന്നതാ, ഒരു നടപടിയുമില്ല. എന്നാ ഞാനിപ്പോൾ പോവാ, നീ വരുന്നോ? എങ്ങോട്ടാ? അതൊന്നും അറിയത്തില്ല, ഒരു പ്ലാനും ഇല്ല. ദേ വണ്ടിയുണ്ട്, എൻ്റെ ഷെയറും ഉണ്ട്. നീ വരുന്നോ? പ്ലാനിങ് ഒന്നും ഇല്ല, പോയാൽ ശരിയാത്തില്ലടാ. അപ്പം നീ മുമ്പ് പറഞ്ഞ ആവേശമൊന്നും ഇല്ല. എടാ നീ സീരിയസ് ആയിട്ട് പറയണോ? എന്നാ ഞാനും ഉണ്ട്. അയ്യോ ഞാൻ വന്ന നിനക്ക് സങ്കടത്തില്ലേ? നീ ഒറ്റയ്ക്ക് പോകണ്ട. ഒരു സങ്കടമില്ല. ഷെയർ തന്നില്ലെങ്കിലേ ഞാൻ മുത്തോലും തരുള്ളൂ. അടുത്ത ആഴ്ച ചിട്ടി അടിക്കും, അന്നപ്പോൾ നിനക്ക് തരാം. ചിട്ടി അടിക്കാൻ തന്നില്ലെങ്കിൽ ഞാൻ അടിക്കും. എടാ എന്നാടേ? എടാ എനിക്ക് ആ നിരപ്പ് വരുമ്പോൾ വണ്ടി ഒന്ന് ഓടിക്കാൻ തരുമോ? നീ അത് പോയി സൈക്കിൾ ഓടി പഠിക്കണം. അളിയാ കിടു ലൊക്കേഷൻ. സമാധാനത്തോടെ കുറച്ചേരം ഇരിക്കാൻ വേണ്ടി ഇവിടെ വന്നാ. നീ കിടന്ന് നേരത്തെ പോലെ ധൃതി വെച്ചേക്കരുത്. കണ്ടു വാഗപ്പൂവിൻ കുട കണ്ടു അളിയാ നമ്മുടെ ശ്രുതി ഇടയ്ക്ക് പറയും ഇവിടെ എനിക്ക് കുറച്ചായിരിക്കണം. അവനെ കൂടെ വിളിക്കണ്ടായിരുന്നു അല്ലേ? അവൻ്റെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടൊക്കെ നമുക്കറിയാവുന്നല്ലേ. അവൻ വന്നാൽ തന്നെ അവരൊന്നും ഒരു സമാധാനവും കാണത്തില്ല. എന്നാലും അവനോട് പറയ പോലും ചെയ്യാൻ വന്നൊരു സുധിയെ ഞാൻ അവിടെ കണ്ടു. ശ്രുതിയോ? എവിടെ? ഞാനിപ്പോ കണ്ടാടാ, പിന്നെ അങ്ങോട്ട് പോയി. ഏയ് എനക്ക് തോന്നിയായിരിക്കൂടാ, പണിക്ക് പോകാൻ അങ്ങനെ ഇവിടെ വരാൻ. അതിനാണ് ഞാൻ വന്ന, നിനക്കൊക്കെ മാത്രം പോയാൽ മതിയോ? ദേ അറിയാ നീ കണ്ടോ ഇപ്പൊ എങ്ങനെയുണ്ട്? നീ പണിക്ക് പോയെന്നാണ് നിന്റെ കെട്ടിയോൾ എന്നോട് പറഞ്ഞത്. അതെ, പണിക്ക് പോകാന്ന് പറഞ്ഞാൽ എന്നെ രാവിലെ വീട്ടിൽ നിന്ന് പുതിയും കിട്ടി ഇറങ്ങിയത്. എന്നിട്ട് നീ ഇവിടെ തന്നെ എങ്ങനെ കറക്റ്റായിട്ട് വന്നു? എടാ നിന്നോടൊക്കെ എത്ര നാളായിട്ട് ട്രിപ്പ് പോകുന്ന ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം നിന്റെയൊക്കെ ഒടുക്കത്തെ പ്ലാനിങ്, ഈ പ്ലാനിങ് ഒന്നും നടപടിയാകത്തില്ലെന്ന് എനിക്കറിയാം. ഞങ്ങൾ അങ്ങനെയൊക്കെ തന്നെ ആടെ ഇറങ്ങിയത്. പ്ലാൻ ചെയ്താലും കോപ്പ് നടക്കത്തില്ല. നീ പണിക്ക് പോയെന്ന് അറിഞ്ഞുകൊണ്ടാണ് നിന്നെ വിളിക്കായിരുന്നേ. പക്ഷെ നീ ഞങ്ങളെ കളിപ്പിച്ച് ഇവിടെ വന്നു. അതിനിപ്പോൾ എന്നാടാ, എല്ലാവരും ഒരു സ്ഥലത്ത് വന്നില്ലേ? എടാ നമ്മൾ ഈ ദിവസം മുഴുവൻ കിടന്ന് കഷ്ടപ്പെടുന്നു, നമ്മുടെ വീട്ടുകാർക്കും കുടുംബത്തിനും വേണ്ടിയിട്ട്. നമുക്കായിട്ട് നമ്മളൊരു ദിവസം മാറ്റി വെക്കുന്നു. എടാ നിന്നോടൊക്കെ പറഞ്ഞാലും പ്ലാനിങ് എന്ന് മാത്രമേ പറയത്തുള്ളൂ. എടാ നീ ഇടയ്ക്ക് എന്തോ പുതിയൊരു കേസ് പറഞ്ഞല്ലോ. എടാ എടുക്കടാ, വിശക്കുന്നു. ചോറൊക്കെ തരാം, പക്ഷേ നിങ്ങൾ പോകുമ്പോൾ വണ്ടി എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോകണം. അതൊന്നും ഞാൻ ആലോചിക്കട്ടെ. ഞങ്ങളെ കൂട്ടാതെ വലിയ പുള്ളി കളിച്ചേ ഒറ്റയ്ക്ക് വന്നതല്ലേ? നീ ഒറ്റയ്ക്ക് തന്നെയാണ് ഇങ്ങോട്ട് വന്നേ? വണ്ടിയിൽ ഒരാൾക്കുള്ള ഇടയുള്ളൂ. ആദ്യം കത്തി അടിച്ചത്. പൊതിയടേ